നമസ്കാരം. പച്ച നേന്ത്രക്കായ അഥവാ ഏത്തക്ക ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഏത്തക്ക മെഴുക്കുപുരട്ടിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇത് 2 മീഡിയം സൈസിലുള്ള ഏത്തക്കായ അഥവാ നേന്ത്രക്കായ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. എങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാവുന്നതാണ്. ഏത് രീതിയിൽ ചെയ്താലും അത്യാവശ്യം കനം കുറച്ചു വേണം അരിഞ്ഞെടുക്കാൻ. എങ്കിൽ മാത്രമേ വേഗത്തിൽ വെന്ത് കിട്ടൂ. നേന്ത്രക്കായയുടെ തൊലിയിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തൊലി കളയരുത്. നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം അരിഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ അരിഞ്ഞെടുത്ത ഏത്തക്ക ഒരു പാനിലേക്ക് ഇടുക. ഇതിലേക്ക് മുളകുപൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ് മെഷറിംഗ് സ്പൂൺ കൊണ്ട് അളന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനമായി 6 ടേബിൾ സ്പൂൺ വെള്ളമൊഴിക്കുക. ഏകദേശം 1/3 കപ്പ്. ഇനി സ്റ്റൗ ഓണാക്കിയ ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചുവെച്ച് വേവിക്കുക. ഏകദേശം 4 മുതൽ 5 മിനിറ്റ് നേരം വരെയാണ് വേവിക്കേണ്ടത്. ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ഏകദേശം 2-3 മിനിറ്റ് സമയം കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ടോട്ടൽ 4 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഏത്തയ്ക്ക അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അത് റെഡിയാക്കുമ്പോഴേക്കും ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റിവെക്കുക. ഇവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നീട് കടുകെല്ലാം പൊട്ടിത്തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പിന്നീട് സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി 6 എണ്ണം ചോപ്പ് ചെയ്തത്, 15 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, 2-3 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത്. ഇതില്ലെങ്കിൽ പകരമായിട്ട് ഉണക്കമുളക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാലും മതിയാകും. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വാടി കളറ് മാറാൻ തുടങ്ങുന്നത് വരെ വേണം ഇളക്കാൻ. ഇളക്കാൻ തുടങ്ങിയ ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. ചെറിയുള്ളി നന്നായിട്ട് വാടി കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന നേന്ത്രക്കായ ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് വീണ്ടും ഏകദേശം 3-4 മിനിറ്റ് നേരം ഇടവിട്ടിളക്കി വേവിക്കുക. ഇത്തവണ അടച്ചു വയ്ക്കേണ്ട, തുറന്നു വെച്ച് ഇടവിട്ടിളക്കിയാൽ മതിയാകും. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷായിട്ട് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് 1/2 ടീസ്പൂൺ ചേർക്കുക. എല്ലാം ഒരിക്കൽ കൂടി ഇളക്കി യോജിപ്പിക്കുക. ഈ മെഴുക്കുപുരട്ടിക്ക് കുരുമുളക് പൊടി നിർബന്ധമായിട്ടും ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാതിരിക്കുക. കുരുമുളക് പൊടി ചേർത്ത് ഇളക്കിയ ശേഷം ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ ഈ അളവിൽ ഏത്തക്ക മെഴുക്കുപുരട്ടി തയ്യാറാക്കുകയാണെങ്കിൽ ഏകദേശം 5 പേർക്ക് സെർവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.